അങ്ങനെ ജനനായകൻ FDFS പോയി കണ്ടു. സിനിമ എനിക്ക് വളരെ ഓക്കെ ഫീലിംഗ് ആയിരുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ ഭഗവന്ത് കേസരിയുടെ ഒരു എക്സാക്ട് റീമേക്ക് തന്നെയാണ് ജനനായകൻ. പക്ഷെ സ്റ്റോറിയിൽ അവിടെ ഇവിടെയും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തക്കതായിട്ടുള്ള രണ്ട് സീനുകളാണ് ഉണ്ടായിരുന്നത്. വിജയിയുടെ ഇൻട്രോയും അതുപോലെ ഇന്റർവെൽ ബ്ലോക്കിലുള്ള ഫൈറ്റ് സീനും രണ്ടും അങ്ങേയറ്റം കിടില മാസ് സീനായിരുന്നു. ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ് അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. സിനിമയിലെ ഏതൊരു ആവറേജ് സീൻ എടുത്ത് നോക്കിയാലും അതെല്ലാം അങ്ങേയറ്റം മാസ് ആക്കിയാണ് അനിരുദ്ധ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിന്റെ ആദ്യം ഒരു 30 മിനിറ്റോളം വിജയിയുടെ ഫ്ലാഷ് ബാക്ക്, ബോബി ഡിയോളിന്റെ ഫ്ലാഷ് ബാക്ക്, അതുപോലെ പ്രകാശ് രാജിന്റെ ഫ്ലാഷ് ബാക്ക്, ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം, ഇതൊക്കെയാണ് കാണിച്ചു വരുന്നത്. പിന്നെ അങ്ങോട്ട് സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആയതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ പല ക്ലീഷേ സീൻസുകളും ഡയലോഗുകളും എല്ലാം വിജയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എക്സാക്ട് കോപ്പിയായിട്ട് പല ഡയലോഗുകളും സിനിമയിലുണ്ട്. എന്തായാലും സിനിമയെ പറ്റി ഞാൻ കൂടുതൽ ഓരോന്ന് പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. ഈ സിനിമ എല്ലാവർക്കും വർക്ക് ആകുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ വിജയ് ഫാൻസിന് എന്തായാലും ഈ സിനിമ നല്ല രീതിക്ക് വർക്കാകും. പക്ഷേ ഒരു ഫെയർവെൽ മൂവി കണ്ട ഫീലൊന്നും എനിക്ക് ജനനായകൻ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയില്ല. സിനിമ കണ്ടുവരാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക.